ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. സാമൂഹ്യ വികസനം. എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണെന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങളിൽ പലരും കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. അതിൽ കുറച്ച് പേര് മറ്റ് ചില ടോപ്പിക്സിൽ ക്ലാസ് എടുത്ത് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആഴ്ചയിൽ ചിലപ്പോൾ 3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിനനുസരിച്ചാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സാഹചര്യം ഒത്തുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. എൻ്റെ ഒരു സമയക്കുറവ് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ സാധിക്കാത്തതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പരിചയപ്പെടാം. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ: മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ദെൻ റോൾ ഓഫ് ദ ടീച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്നതാണ് സാമൂഹ്യ വികസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിക്ക് അനുയോജ്യമായ രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിൽ അതിൽ അംഗമാകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് പറയാം. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർ സോഷ്യലൈസേഷൻ ഇംപ്ലൈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ സച്ച് എ വേ ആസ് ഹി ബിക്കംസ് എ യൂസ്ഫുൾ മെമ്പർ ഓഫ് സൊസൈറ്റി ഓർ ഗ്രൂപ്പ്. സാമൂഹ്യ വികസനം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്നത് ഒരു വ്യക്തി സമൂഹത്തിലോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായ തരത്തിൽ അംഗമാകുന്നതിനെയാണ്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്, ദെൻ ഒരു സൊസൈറ്റി, അതിലൊക്കെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് പെരുമാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അംഗമാകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് സാമൂഹ്യ വികസനം നടന്നു എന്ന് പറയാം. ഇപ്പോൾ അച്ഛനമ്മമാരോട് മക്കൾക്കൊരു കടമയുണ്ട്, അവരെ നോക്കുക എന്നുള്ളത്. തിരിച്ചും ഇങ്ങോട്ടും ഉണ്ട് അവർക്ക്. അപ്പോൾ അതൊക്കെ തന്നെ എന്താണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും സഹായിക്കുന്നത്, അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതായത് മാന്യമായ രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് എല്ലാം തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ്, ഹെർലോക്ക് തന്നിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് മീൻസ് ദ അറ്റൈനിങ് ഓഫ് മെച്യൂരിറ്റി ഇൻ സോഷ്യൽ സെറ്റിങ്സ്. അതായത് സോഷ്യൽ സെറ്റിങ്സിൽ, നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ പക്വത കൈവരിക്കുക എന്നതാണ് സാമൂഹിക വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സാമൂഹ്യ വികസനം എന്നാൽ സാമൂഹിക പശ്ചാത്തലം, സോഷ്യൽ സെറ്റിങ്സിൽ നമുക്ക് മെച്യൂരിറ്റി കൈവരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. ഇതാണ് ഹെർലോക്ക് പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ആദ്യത്തെ പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ബിഗിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് കോണ്ടാക്റ്റ് വിത്ത് അതർ പീപ്പിൾ. അതായത് മറ്റ് വ്യക്തികളെ കാണുന്നതിലൂടെ, അവരോടുള്ള കോണ്ടാക്റ്റിലൂടെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നത്. അതായത് ഇൻഫൻറ്റ് കുറേ പേരെ, അതായത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരെ കാണുന്നുണ്ട്. അവരെ അങ്ങനെ കണ്ട്, അവരെ പരിചയപ്പെട്ട്, അവരോട് മിങ്കിൾ ചെയ്താണ് എന്തുണ്ടാകുന്നത്? ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതല്ലാതെ ജനിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സോഷ്യലായിരിക്കില്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരെയും അറിയില്ല. പിന്നീട് അമ്മയെ തിരിച്ചറിയുന്നു, അത് കഴിഞ്ഞ് അച്ഛനെ തിരിച്ചറിയുന്നു, ദെൻ വീട്ടിലുള്ള ആൾക്കാരെ തിരിച്ചറിയുന്നു. അത്തരത്തിൽ ഡെവലപ്മെൻറ്റുകളാണ് കുട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു ആൾക്കാരെ കണ്ട് ഫസ്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോഴാണ് കുട്ടിക്ക് എന്തുണ്ടാവുന്നത്? സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂ ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ തന്നെയായിരിക്കും? കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഓരോ സാഹചര്യത്തിൽ ഓരോ ഗ്രൂപ്പിനെ പരിചയപ്പെടുന്നു, ഓരോ സൊസൈറ്റിയെ പരിചയപ്പെടുന്നു. അപ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ദ ചൈൽഡ്സ് കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ വിത്ത് ഹിസ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്
സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള കുട്ടിയുടെ കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അല്ലാതെ ഇപ്പോൾ വീട്ടിൽ എപ്പോഴും ഒരു കുട്ടി പുറത്തൊന്നും ഇറങ്ങാതെ നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റുമായി കുട്ടി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ് ആൻഡ് അക്വയറിങ് സോഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ക്യാരക്ടർ. അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് എന്തിനെ സഹായിക്കുന്നുണ്ട്, നമ്മുടെ പഠനത്തെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ചില സോഷ്യൽ ക്വാളിറ്റീസ് ഉണ്ട്, അതെല്ലാം അക്വയർ ചെയ്യാനായിട്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില കുട്ടികളെ കാണുമ്പോൾ പറയാറുണ്ട്, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാൻ അറിയില്ല. ഈ നല്ല രീതിയിൽ പെരുമാറാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ആ കുട്ടി വന്ന ഫാമിലിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അവൻ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ്, അങ്ങനെ പലതും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലേണിംഗ്, അതായത് പഠനത്തെയും അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റീസ് ക്യാരക്ടറിൽ ഉണ്ടാവാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എനേബിൾസ് ദ ചൈൽഡ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് ടു ഹിസ് സൊസൈറ്റി, എൻവയോൺമെൻറ്റ് ആൻഡ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ റിലേഷൻഷിപ്പ്. അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഒരു കുട്ടിയെ സ്വന്തമായി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് അവൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ അവനെ സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ ഞാൻ എങ്ങനെ പെരുമാറണം, ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ, എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് സഹായകമാകുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൊസൈറ്റിയിൽ എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ പെരുമാറണം, ഞാൻ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ആയിരിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനി ചില സൊസൈറ്റിയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും അതിനോട്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ എനിക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതെങ്ങനെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതിൽ ആദ്യത്തേതാണ് ഫാമിലി. എപ്പോഴും നമ്മുടെ ഏത് ഡെവലപ്മെൻറ്റിനും ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് ഫാമിലി തന്നെയാണ്. ഫാമിലി വളരെയധികം നല്ല രീതിയിൽ കുട്ടിയെ സോഷ്യലൈസേഷൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ പറയുന്നുണ്ട്, ദ ഫാമിലി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ഏജൻസി ഫോർ സോഷ്യലൈസേഷൻ ഓഫ് ദ ചൈൽഡ്. എപ്പോഴും കേട്ടറ്റിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സോഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് ഏജൻസി എന്ന് പറയുന്നത് ഏതാണ്? ഫാമിലിയാണ്. ഫാമിലിയാണ് എപ്പോഴും കുട്ടിയുടെ സോഷ്യലൈസേഷന് സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റീസ് കുട്ടികൾക്ക് കിട്ടും. ഫസ്റ്റ് ലെസൺ കുട്ടി പഠിക്കുന്നത് തന്നെ അവൻ്റെ പാരൻസിൽ നിന്നാണ്. എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻട്രാക്ഷൻ കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്, പാരൻറ്റിങ് സ്റ്റൈൽ. പാരൻറ്റിങ് സ്റ്റൈലിൽ എന്താ പറയുന്നത്, അതായത് ഇതുപോലെ തന്നെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഫാമിലിയിൽ നമ്മളുടെ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അങ്ങനെ അവർ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറാനായിട്ട് പഠിപ്പിക്കുക. അതുപോലെ എല്ലാം മിംഗ്ലിങ്ങും ഉണ്ടാവുക. നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത, അച്ഛനും അമ്മയും എപ്പോഴും വഴക്കായിട്ടുള്ളൊരു ഫാമിലി, അല്ലെങ്കിൽ എൽഡേഴ്സിനെ ബഹുമാനിക്കാത്തൊരു പാരൻറ്റിനെ കണ്ടാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ അതൊക്കെ തന്നെയും കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഈ പാരൻറ്റിങ് സ്റ്റൈൽ ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു കുട്ടി വരുന്നതെങ്കിൽ ആ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വളരെ ബെറ്റർ ആയിരിക്കും. നേരെ മറിച്ച് ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള, അതായത് ഇത് എപ്പോഴും അവരുടെ ഭാഗം മാത്രം ശരി, ഞാൻ പറയണം മാത്രം നീ അനുസരിക്കുക എന്ന രീതിയിലുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ്. ഇപ്പം കുട്ടിയെ പുറത്ത് കളിക്കാൻ വിടാതിരിക്കുക, ഇപ്പോഴത്തെ മിക്ക പാരൻസിനുള്ളതാണ്. കുട്ടിയെ കളിക്കാൻ പുറത്തേക്ക് ഇറക്കാതിരിക്കുക, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യണ്ട, നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പല പാരൻസിനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ അത് സാരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഫാമിലിയും പാരൻറ്റിങ് സ്റ്റൈലും ഞാൻ ഒരുമിച്ച് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റാണ് പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് ഇതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ മാത്രമല്ല മറ്റ് ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കുന്ന ഒന്നാണ്. പിയർ ഗ്രൂപ്പ് സാറ്റിസ്ഫൈ വാരിയസ് നീഡ്സ് ഓഫ് ദ ചിൽഡ്രൻ. അതായത് കുട്ടികളുടെ ഒരുപാട് ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ആക്സെപ്റ്റൻസ്, അച്ചീവ്മെൻറ്റ്, അഫെക്ഷൻ, അപ്രൂവൽ, ബിലോങ്ങിങ്നെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പിയർ ഗ്രൂപ്പിലാണ് കുട്ടി ചെന്ന് പെടുന്നതെങ്കിൽ അവിടെ നിന്ന് കോപ്പറേഷൻ പോലെയുള്ള, അതുപോലെ തന്നെ
ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സെൽഫിഷ്നെസ് അല്ലാണ്ട് എങ്ങനെ പെരുമാറാം, അങ്ങനെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ കുട്ടിക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ എങ്ങനെ ഒരു കാര്യം നേടിയെടുക്കാം, അതുപോലെ എന്താണ് സിമ്പതി, എന്താണ് എംപതി, സെൻസ് ഓഫ് ലോയൽറ്റി, അങ്ങനെയുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ കുട്ടിക്ക് ഒരു പിയർ ഗ്രൂപ്പിൽ എങ്ങനെയാണെങ്കിൽ നല്ലൊരു പിയർ ഗ്രൂപ്പാണെങ്കിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, കാരണം ഏറ്റവും കൂടുതൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്കൂളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂൾ എൻവയോൺമെൻറ്റ് വളരെ ബെറ്റർ ആണെങ്കിൽ, നല്ല രീതിയിലാണ് ഫങ്ഷനിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ബെറ്ററായി നടക്കും. പക്ഷേ കുട്ടിക്ക് കിട്ടുന്നത് തീരെ കുട്ടിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ഒരു സ്കൂൾ എൻവയോൺമെൻറ്റ് ആണെങ്കിൽ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തീരെ ബെറ്റർ ആയിരിക്കില്ല. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ കരിക്കുലർ ആയിട്ടുള്ളതും കോ കരിക്കുലർ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്. അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ ഇല്ലാണ്ടാക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഒരു പാർഷ്യാലിറ്റി ഇല്ലാണ്ട് പെരുമാറാനും ശ്രമിക്കണം. ഒരു കുട്ടിയോട് മാത്രം നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നോക്കാതെ എല്ലാ കുട്ടികളും ഒരുപോലെ കാണാനും ഇവിടെ ശ്രമിക്കണം. അപ്പോൾ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അല്ലാതെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവന്ന് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ ഇല്ലാതിരിക്കുക. ഇപ്പോൾ ടീച്ചറുടെ ഒരു ഓട്ടോക്രാറ്റിക് അറ്റ്മോസ്ഫിയറും ടീച്ചറുടെ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറൊക്കെ കുട്ടികളെ വല്ലാതെ എഫക്റ്റ് ചെയ്യും, സോഷ്യൽ ബിഹേവിയറിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലൊന്നും ആകാതെ നല്ല രീതിയിലുള്ളൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ആണ് ലവ് ആൻഡ് അഫെക്ഷൻ. നമുക്ക് എന്ത് കാര്യം കുട്ടിയിലൂടെ, അതായത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുട്ടിക്ക് അത് നേടിയെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല മാർഗ്ഗം ലവ് ആൻഡ് അഫെക്ഷനാണ്. ഏതൊരു കുട്ടിയും അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അവർക്ക് സ്നേഹം ലഭിക്കണം അല്ലെങ്കിൽ അഫെക്ഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുക, അത് ഒഴിവാക്കിയിട്ട് എങ്ങനെ കുട്ടിക്ക് ഇത് നേടിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും, അത്തരത്തിൽ കുട്ടിയെ സ്നേഹിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെയാണ് മീഡിയ. മീഡിയ എന്ന് പറയുന്നത് എന്തൊരു കാര്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ എന്ത് പറയുന്നു, ടീച്ചേഴ്സ് എന്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടി ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് മീഡിയയിലൂടെയാണ്. മീഡിയയിൽ കാണുന്ന ഒരുപാട് സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നല്ല സോഷ്യൽ റിലേഷൻഷിപ്പ് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കുക. മീഡിയയിലൂടെ ഒരുപാട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നടക്കുന്നതായിട്ടും സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. പല രീതിയിലുള്ള മീഡിയാസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ കുട്ടികളിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മീഡിയ ആയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മീഡിയ എന്ന് പറയുന്ന കാര്യം കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ആണ്. അതായത് ഓരോ ഏജിലും കുട്ടിക്ക് എങ്ങനെയാണ് സോഷ്യൽ ബിഹേവിയർ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ബർത്ത് സമയത്ത് കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെൻ്റ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതായത് നോട്ട് സോഷ്യൽ, അതായത് നോൺ ഗ്രിഗേറിയസ് ആയിരിക്കും, സോഷ്യൽ അല്ലാത്ത ഒരു സ്വഭാവമായിരിക്കും കുട്ടിക്ക് ഉണ്ടാകുക. എന്നാൽ ഒരു 6 വീക്സ് ആകുമ്പോഴേക്കും കുട്ടിയിൽ ഒരു സ്മൈൽ വരാൻ തുടങ്ങും. അതായത് അവരെ അറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ എന്താണ് ഒരു അറിയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ചില പേഴ്സൺസ് കാണിക്കുന്ന എന്തെങ്കിലും ഒരു കുസൃതി പോലെയുള്ള കാര്യങ്ങൾ അവർ ചിരിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ച് ചിരിക്കാനോ അവരുണ്ടാക്കുന്ന സൗണ്ടിന് സ്മൈൽ ചെയ്യാനൊക്കെ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 6 വീക്കൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ അതൊരു സോഷ്യലൈസേഷൻ്റെ ബിഗിനിങ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. ദെൻ ഒരു 2 to 3 months ആകുമ്പോഴേക്കും ഇൻഫൻസ് ക്യാൻ ഡിസ്റ്റിങ്വിഷ് പീപ്പിൾ, അതായത് ആൾക്കാരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, അതായത് തരംതിരിച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. അതായത് ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സ്, അതായത് പോലെ തന്നെ അവരുടെ മദറിനെ, അമ്മയെ തിരിച്ചറിയാൻ തുടങ്ങുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ അറിയാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അതായത് തീരെ റെക്കഗ്നൈസ് ചെയ്യാത്തൊരു രീതിയും, അതുപോലെ തന്നെ സെപ്പറേഷൻ, അമ്മ മാറുമ്പോൾ ഒരു അൺഹാപ്പിനെസ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയിൽ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ തന്നെയും എന്താണ് സോഷ്യലൈസേഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. അതായത് 2 to 3 months. അതായത് 4 to 5 months ആകുമ്പോഴേക്കും ദേ റിയാക്ട് ഡിഫറെൻ്റ്ലി ടു സ്കോൾഡിങ് ആൻഡ് ടു സ്മൈലിംഗ് ഫേസസ് ആൻഡ് ടു ഫ്രണ്ട്ലി ആൻഡ് ടു ആംഗ്രി വോയിസസ്. അതായത് അവർ സ്മൈലിംഗ് ഫേസിനോടും അതുപോലെ തന്നെ സ്കോൾഡ് ചെയ്യുമ്പോൾ, അതായത് ചീത്ത
ചീത്ത പറയുമ്പോൾ ശകാരിക്കുമ്പോഴും അവർ റിയാക്ഷനിൽ മാറ്റം വരാൻ തുടങ്ങും. അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള വോയിസിനോടും ആംഗ്രി ആയിട്ടുള്ള വോയിസിനോടും അവർ റിയാക്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആയിരിക്കും. അവർക്കറിയാം ഏതാണ് ചീത്ത പറയുന്നത്, ഏതാണ് നല്ലത് എന്നുള്ളത് കൃത്യമായി അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ദെൻ 6 to 7 months ആകുമ്പോഴേക്കും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ friends and strangers by smiling at the former and showing fear in the presence of the later. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 6 to 7 മാസമൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് പരിചയക്കേട് തുടങ്ങിയെന്നൊക്കെ പറയും. അപ്പോൾ അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടി ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ സ്മൈൽ ചെയ്യാനും അതുപോലെ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവരുടെ അടുത്തേക്ക് പോകാതെ ഒരു വിഡ്രോവൽ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ 6 to 7 months അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് അവർക്ക് പരിചയമുള്ളത് ആരാണ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരാണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങി എന്നാണ് അതിനർത്ഥം. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസിയേഷൻ വരാനായിട്ട് തുടങ്ങുന്നു. ദെൻ 8 to 9 months ആകുമ്പോഴേക്കും ദ ബേബി അറ്റംപ്റ്റ്സ് ടു ഇമിറ്റേറ്റ് the speech, gestures and a simple act of others. അതായത് മറ്റുള്ളവരുടെ സ്പീച്ചും ജെസ്റ്റേഴ്സും അതുപോലെ മറ്റുള്ളവരുടെ ആക്ടിങ് ഒക്കെ തന്നെയും കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കുട്ടിയിലുണ്ടാകും. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വലിയവരുടെ പോലെ സാരി ഉടുത്ത് നടക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ വലിയൊരു സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അവരുടെ ജെസ്റ്റേഴ്സ്. ഇപ്പം എൻ്റെ മകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അച്ഛൻ കാണിക്കുന്ന പല ആക്ഷൻസും കാണിക്കും. കാറ് തിരിച്ചിടാനൊക്കെ അച്ഛനൊരു ആക്ഷനൊക്കെ ഉണ്ട്. ആ ആക്ഷനൊക്കെ അവൾ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അത്തരത്തിൽ 8 to 9 months ആകുമ്പോഴേക്കും കുട്ടികൾ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാണ് അതിൽ ഫസ്റ്റത്തെ പറഞ്ഞ അറ്റ് ബർത്ത് പറഞ്ഞു, 6 weeks പറഞ്ഞു, 2 to 3, ദെൻ 4 to 5, 6 to 7, 8 to 9. ദെൻ നെക്സ്റ്റ് ആണ് 12 months. 12 month ആകുമ്പോഴേക്കും റിയാക്ട്സ് ടു ദ വാർണിംഗ്. അതായത് അച്ഛനും അമ്മയും പറയുന്ന വാർണിംഗ്, വേണ്ട വേണ്ട, ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്ന് പറയുന്ന വാർണിങ്ങിനോട് കുട്ടി റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കലാകാം, അല്ലെങ്കിൽ കരയലാകാം, ചിലപ്പോൾ ചിരിക്കലാകാം. അതെന്ത് റിയാക്ഷൻ ആണെന്നുള്ളത് ആ ഒരു സാഹചര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ 16 to 18 months ആകുമ്പോഴേക്കും ഒരു നെഗറ്റിവിസം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ഫിസിക്കൽ വിഡ്രോവൽ, ആംഗ്രി ഔട്ട് ബേസ്റ്റ് ഒക്കെ വരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിച്ചെറിയുന്നൊരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെച്ച് കരഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് കരയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ എന്താണ്? ഒരു നെഗറ്റിവിസം കുട്ടിയിലുണ്ടാകുകയാണ്. ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ വിഡ്രോവൽ ആവും. ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കുട്ടി പോകും, പിണങ്ങിപ്പോയി എവിടെയെങ്കിലും ചെന്നിരിക്കുക, അല്ലെങ്കിൽ ആരോടും മിണ്ടാതിരിക്കുക, അങ്ങനെ കണ്ടിട്ടുണ്ടോ? ചിലവരെന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കായിരിക്കും ഉണ്ടാവുക. അപ്പം എൻ്റെ മകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വലിച്ചെറിയുക, അല്ലെങ്കിൽ കാലിട്ട് നിലത്ത് ചവിട്ടും, പിന്നെ ഭയങ്കര ഒച്ചത്തിൽ കരയുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു നെഗറ്റിവിസം മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ 20 to 24 months ആകുമ്പോഴേക്കും കോപ്പറേറ്റ്സ് ഇൻ എ നമ്പർ ഓഫ് റുട്ടീൻ ആക്ടിവിറ്റീസ്. അതായത് എന്നും ബേബി ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് അവർ ജനിച്ച അന്ന് മുതൽ ചെയ്യുന്ന ഒരു കുറേ റുട്ടീൻ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നത്, അതുപോലെ ബാത്ത് ചെയ്യുന്നത്, അതുപോലെ ബ്രഷ് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ കുട്ടി റുട്ടീനായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതെല്ലാം തന്നെ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? അതിനോടൊക്കെ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് എന്നും ചെയ്തു പോരുന്നതാണ്, ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കൂടെ വരും. ചിലപ്പോൾ വന്നില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കുളിക്കാനായിട്ടാണെന്ന് അറിയാം, അപ്പോൾ വെള്ളം വെക്കാനായിട്ട് പറയും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 20 to 24 months ആകുമ്പോഴേക്കും കുട്ടി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ബിഹേവിയറിൽ പറയുന്നത്. നമ്മളെ ബർത്ത് മുതൽ 20 to 24 months വരെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകൾ, അതായത് ബാക്കി വരുന്ന അഡൾട്ട്ഹുഡ് ആണെന്നുണ്ടെങ്കിൽ അഡോളസൻസ് ആണെങ്കിലും ചൈൽഡ്ഹുഡ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ നമ്മൾ ഓരോ സ്റ്റേജുകൾ പറയുമ്പോൾ കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇൻഫൻറ്റിൻ്റെ കാര്യം മാത്രം ഇവിടെ മെൻഷൻ ചെയ്തു പോകുന്നുള്ളൂ. നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ദ ടീച്ചർ. ഇപ്പോൾ എന്ത് പറയുമ്പോഴും ഇവിടെ എല്ലാവരുടെയും ടീച്ചറിൻ്റെ റോൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർ എന്താണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? അതിനൊരു ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുട്ടികളുടെ ഇടയിൽ ഒരു മിംഗ്ലിംഗ് വരാവുന്ന രീതിയിലുള്ള ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷൻസൊക്കെ ടീച്ചർ എന്ത് ചെയ്യുക? ടീച്ചർ ഓർഗനൈസ് ചെയ്യുക. അവർക്ക് അതിൽ ക്ലോസ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ടീച്ചർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ അറേഞ്ച് എക്സ്കേർഷൻസ് ആൻഡ് ട്രിപ്സ്. എക്സ്കേർഷൻസൊക്കെ അറേഞ്ച് ചെയ്യുക. ട്രിപ്സ്, ഫീൽഡ് സ്റ്റഡി പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിലൊരു വിംഗ്ലിംഗ് ഉണ്ടാകും, കോപ്പറേഷൻ ഉണ്ടാകും, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൂട്ടാൻ സാധിക്കും. അതിലൂടെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഓർഗനൈസ് ഗ്രൂപ്പ് ഗെയിംസ്, ഡിബേറ്റ്സ് ആൻഡ് സെമിനാർസ്. ഗ്രൂപ്പ് ഗെയിമുകളും ഡിബേറ്റുകളും സെമിനാറുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ചെയ്യുമ്പോഴും ബ്ലെയിം ചെയ്യുമ്പോഴും അതുപോലെ റിവാർഡ്, പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അതിനൊക്കെ ചില മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട്, അതായത് കെയർഫുള്ളായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ.
ചെയ്യാമെന്ന്. നമ്മൾ ഒരു നല്ല രീതിയിൽ അഭിനന്ദിക്കുമ്പോൾ അതുപോലെ ബ്ലെയിം ചെയ്യുമ്പോഴൊക്കെ തന്നെ കുട്ടിക്ക് അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കണം. അതുപോലെ കുട്ടിയുടെ ചുറ്റും ഇരിക്കുന്നവർ അതെങ്ങനെ കാണുന്നു എന്ന് കൂടെ നോക്കിയിട്ട് വേണം ടീച്ചർ അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് കൃത്യമായ ഒരു മെക്കാനിസം ടീച്ചർ എപ്പോഴും ഫോളോ ചെയ്തു പോകണം. ഒരു കുട്ടിയെ അത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റു കുട്ടിക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന രീതിയിലല്ല ടീച്ചർ ചെയ്യേണ്ടത്. എല്ലാവരെയും ഒരേപോലെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ ടീച്ചർ ശ്രദ്ധിക്കുക. അതുപോലെ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ ആ തെറ്റ് ചെയ്ത കുട്ടിയെ എപ്പോഴും എന്ത് ചെയ്ത് ഇന്ന കുട്ടി ചെയ്തു എന്ന രീതിയിൽ പിന്നെ നോക്കിക്കാണാതിരിക്കുക. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെയാണ് തിരുത്തപ്പെടേണ്ടത്. അല്ലാതെ തെറ്റ് ചെയ്ത കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാതെ ആ തെറ്റ് മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മെക്കാനിസംസ് ഒക്കെ ടീച്ചേഴ്സ് പഠിച്ചിരിക്കുക. പിന്നെ മസ്റ്റ് എൻഷുവർ സേഫ് ആൻഡ് ഹെൽത്തി എൻവയോൺമെൻറ്റ്. ഹെൽത്തി ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദെൻ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ ദ പ്രോസസ് ഓഫ് അക്വയറിങ് ആൻഡ് സ്ട്രെങ്തനിങ് സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ സ്കിൽസ് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ സോഷ്യൽ സ്കിൽസ് അക്വയർ ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും കുട്ടികളെ സഹായിക്കുകയും ചെയ്യുക. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, മോഡൽസൊക്കെ നമ്മളുടെ മുൻപുള്ള കുറച്ച് എന്തെങ്കിലും സംഭവം ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി അവിടെ പോയിരുന്ന് ആ കുട്ടിയുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള രീതി കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു കുട്ടിക്ക് പടം വരയ്ക്കാനുള്ള കഴിവാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരു കുട്ടിക്ക് അതിൽ പെയിൻറ്റ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ കഴിവുണ്ടാവുക. ചിലപ്പോൾ അത് കൃത്യമായി ഇതിങ്ങനെയല്ല, കളർ സെൻസ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ഈ കളർ ഇങ്ങനെയല്ല വേണ്ടിയെന്ന് പറയാനുള്ളൊരു കഴിവുള്ള കുട്ടി ഉണ്ടാവും. ചിലപ്പോൾ ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാവും കഴിയുക. അപ്പോൾ അത്തരത്തിൽ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡിബേറ്റ്സ്, സെമിനാർസ്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രാക്റ്റീവ് സ്കില്ലുകൾ പ്രൊമോട്ട് ചെയ്യുന്ന, ഇൻട്രാക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്ലാസ് റൂമുകൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് മീനിങ് നോക്കി, ഡെഫിനിഷൻ നോക്കി, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, ഫാക്ടേഴ്സ് നോക്കിയിരുന്നു, ദെൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നോക്കി, റോൾ ഓഫ് ദ ടീച്ചർ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ മെയിനായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.